നിങ്ങളുടെ മക്കളെ വിളിക്കുന്നത് ഈ ഹബീബായ മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കാനാണ്. വറദഅതു അബ്നാഇ ഹവാഅൽ അഹ്മദി. അവരെ വിളിക്കുന്നത് രാഷ്ട്രീയത്തിന്റെ കൊടി പിടിക്കാനല്ല, തെരുവിൽ കിടന്ന കലവില കൂട്ടാനല്ല. അവരെ വിളിക്കുന്നത് മുത്തുനബി തങ്ങളെ ഇഷ്ടം വെക്കാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്, മൗലിദോദാനാണ്, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച് ലയിക്കാനാണ്. ഇതാ ഈ കഴിഞ്ഞ 10, 11, 12 തീയതികളിൽ കേരളത്തിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളിലെ വിദ്യാർത്ഥികളെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് പ്രോഫ് സമ്മിറ്റ് എന്ന പേരിൽ പ്രൊഫഷണൽ സമ്മേളനം നടത്തി. അതിലും ഞങ്ങൾ വിദ്യാർത്ഥികളോട് പങ്കുവച്ചത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്കാണ്. ഓരോ സെഷൻ കഴിയുമ്പോഴും കുട്ടികൾ എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ലുന്നത്, മെഡിസിന് പഠിക്കുന്ന 100 കണക്കിന് കുട്ടികൾ, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന 1000 കുട്ടികൾ, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥികൾ, അവരോരോ സെഷനും മാറുമ്പോൾ പ്രത്യേക ഇനത്തിൽ മദീനത്തേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ്. ഇതാണ് ഈ പ്രസ്ഥാനത്തിന്റെ മുഖമുദ്ര. ഇതാണ് ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളായ ഉസ്താദുമാർ മക്കളാകുന്ന ഞങ്ങൾക്ക് നൽകുന്ന പാഠം, അതുപോലെ SYS നൽകുന്ന പാഠം, മുസ്ലിം ജമാഅത്ത് നൽകുന്ന പാഠം. ഈ പ്രസ്ഥാനത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്കാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ SSFിലേക്ക് പറഞ്ഞു വിടണം. ഭർത്താക്കളെ, ആങ്ങളമാരെ നിങ്ങൾ SYSൽ മെമ്പർമാരാക്കണം. കാരണവന്മാർ മുസ്ലിം ജമാഅത്തിൽ അംഗങ്ങളാവണം. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടിന്റെ ലോകമാണ്. ആ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനാണ് റിസാലയുള്ളത്. അതാ റിസാലയുടെ ക്യാമ്പയിൻ നടക്കുകയാണ്. SSFന്റെ പ്രവർത്തകർ വരുമ്പോൾ എല്ലാവരും അതിൽ വരിക്കാരായി. നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവിൽ കുറെ ആളുകൾ റിസാല വായിക്കാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യണം. ഞാൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിൽ ചെന്നപ്പോൾ ഒരു സഹോദരനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് റിസാല തരണം, അഥവാ റിസാലയ്ക്ക് വരിസംഖ്യ തരണം. നല്ല സമർത്ഥരായ മുത്തഅല്ലിമീങ്ങൾക്ക് അത് വായിക്കാൻ കൊടുക്കാനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് 20 റിസാലയുടെ വരി ഞാൻ ചേരുകയാണ്. നിങ്ങൾ എന്റെ ചെലവിൽ 20 മുത്തഅല്ലിമീങ്ങൾ അത് പഠിക്കട്ടെ, പൊതുമേഖലയിലുള്ളവർ വായിക്കട്ടെ. അങ്ങനെ സ്പോൺസർ ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ സഹകരിക്കണം. അൽഹംദുലില്ലാഹ്, കേരളത്തിലുടനീളം സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ഈ കാലയളവിലും റിസാലയുടെ സന്ദേശവുമായി ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ, ഉപ്പമാർ ഹൃദയം തുറന്നു സ്വീകരിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് ഞാൻ ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പും 2 റിസാല ഗ്രാമങ്ങൾ പുതുതായി വന്നിട്ടുണ്ട്. ഒരു യൂണിറ്റിൽ 100 റിസാല വരിക്കാരാകുമ്പോഴാണ് ഒരു റിസാല ഗ്രാമമാകുന്നത്. അങ്ങനെ കോഴിക്കോട് ജില്ലയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഞങ്ങളുടെ ജില്ലയാകുന്ന കൊല്ലം ജില്ലയിലും എല്ലാം അങ്ങനെ റിസാല ഗ്രാമങ്ങൾ പിറന്നിട്ടുണ്ട്. ഈ ആഴ്ചയിൽ പാലക്കാട് ജില്ലയിലെ പ്രവർത്തകർ ഇറങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലെല്ലാം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് അവസാനം ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവിടുത്തെ ജമാൽ, അവിടുത്തെ കമാൽ, اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. അവിടുത്തെ ജമാൽ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ത്വയ്ബ സെന്റർ